തെരുവ് പട്ടികളുടെ ആക്രമണം, കോഴിഫാം തകർന്നു, കർഷകൻ പ്രതിസന്ധിയിൽ. പൂവച്ചൽ കുളവുപാറ കാന്തവിളയിൽ താമസിക്കുന്ന ബോബൻ നടത്തിവന്നിരുന്ന കോഴിഫാമിൽ തെരുവ് പട്ടികൾ കയറി 500ഓളം കോഴികളെ കടിച്ചുകൊന്ന സംഭവത്തിൽ കർഷകൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. കഴിഞ്ഞ ദിവസമാണ് തെരുവ് പട്ടികൾ ഫാമിനുള്ളിൽ കടന്ന് ആക്രമണം നടത്തിയത്. ഏകദേശം 3200ഓളം കോഴികളുമായി പ്രവർത്തനം ആരംഭിച്ച ഫാമിൽ നിലവിൽ 200ഓളം കോഴികൾ മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് ബോബൻ പറയുന്നു. ഫാമിലെ ഭൂരിഭാഗം കോഴികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് പരാതി. കിഡ്നി രോഗബാധിതനായ ബോബന് വലതു കാലിനും ഗുരുതരമായ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. രോഗബാധിതയായ ഭാര്യയോടൊപ്പം കഴിയുന്ന കുടുംബത്തിന്റെ പ്രധാന വരുമാന മാർഗം ഈ കോഴിഫാമായിരുന്നു. ഫാമിൽ നിന്നുള്ള ചെറിയ വരുമാനത്തെ ആശ്രയിച്ചാണ് കുടുംബം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. കോഴിഫാം ആരംഭിക്കുന്നതിനായി കോർപ്പറേറ്റ് ബാങ്കിൽ നിന്ന് ഏകദേശം 7 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. പലിശയും മറ്റ് ബാധ്യതകളും ചേർന്ന് വായ്പാ തുക ഇപ്പോൾ 10 ലക്ഷത്തോളം രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ്. തുക തിരിച്ചടച്ചില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ബാങ്ക് അറിയിച്ചതായും ബോബൻ പറയുന്നു. ഇതിനിടെ കോഴിഫാമിലുണ്ടായ വലിയ നഷ്ടം കുടുംബത്തെ കൂടുതൽ പ്രതിസന്ധിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം. അതേസമയം തെരുവ് പട്ടികളുടെ ശല്യം പ്രദേശവാസികൾക്കും വലിയ തലവേദനയായിരിക്കുകയാണ്. തെരുവ് പട്ടികളെ വന്ധ്യംകരിക്കുന്ന പദ്ധതികൾ പൂവച്ചൽ പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും മേഖലയിലെ പ്രശ്നത്തിന് കാര്യമായ പരിഹാരം ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 1000 കോഴിക്കകത്ത് 4 ദിവസം കഴിയുമ്പോൾ പട്ടിയെ പിടിച്ച് അന്നും പട്ടിയെ കണ്ട് ഞാൻ പട്ടിയെ ഇറങ്ങി ഓട്ടിച്ചു വിട്ട് 4 ദിവസം. പിന്നെ അതിനുശേഷം അന്ന് തൊട്ട് ഇന്ന് വരെയും ഞങ്ങൾ രാത്രി ഇവിടെ ഉറക്കമാണ്. ഞാൻ എൻ്റെ ഭാര്യയും കൂടി ഇവിടെ വന്ന് രാത്രി വെളുപ്പാങ്കൽ 5 മണി വരെ ഞങ്ങൾ കിടക്കും, തിരിച്ചടിച്ച് അങ്ങ് പോകും. അതുവരെ 3-4 ദിവസം കൊണ്ട് പിന്നെ കുഴപ്പമില്ല. 2-3 ദിവസം സ്ഥിരം കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയപ്പോൾ കാണാം വേറൊരാളാണ് നോക്കണം കോഴിപ്പര. അപ്പോഴാണ് അവർ 7 മണിയായപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു പട്ടിയെല്ലാം പിടിച്ച് എന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ നോക്കിയപ്പോൾ 3 പട്ടീൻ്റെ തൊണ്ടായിരുന്നു അവർ നോക്കിയപ്പോൾ. അവിടെ 3-3.5 ലക്ഷം രൂപ നഷ്ടം ഇതുണ്ട്. പട്ടീൻ്റെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പട്ടികളുണ്ട്. ഇത് ഇപ്പോൾ ഒരു 2900 കോഴി വരെ പിന്നെ ഒരു 100 കോഴിയെ 3200 കോഴി ഇട്ടാൽ ഒരു 100 കോഴിയെ 200 കോഴിക്കകത്തെ ബാലൻസ് ഉള്ളു. ബാധ്യത എന്ന് പറഞ്ഞാൽ നല്ല ബാധ്യതയുണ്ട്. 10 ലക്ഷം രൂപ കൂടെ ലോൺ ബാധ്യതയുണ്ട്. കോപ്പറേറ്റീവിൽ ഒരു 10 ലക്ഷം രൂപയ്ക്കകത്ത് 7 രൂപ എടുത്തത് 10-15 രൂപ അത് അടച്ച്. എന്നിട്ട് ഇപ്പം 8,90,000 ഇന്നലെ എഴുതി വന്ന് നിയമ നടപടി എന്ന് പറഞ്ഞാൽ അത് എഴുതി വന്നു. ഇനി മരണമല്ലാതെ വേറെ ഒരു വഴിയില്ല ഇനി.